ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് ഈവിലായി ചെയ്തെടുക്കാൻ നോക്കിയാലോ. നമുക്ക് ഈവിലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഓൺലൈനിൽ ഓർഡേഴ്സ് വരുന്നതാണെങ്കിലും അല്ലാതെ നമ്മളൊരു സ്റ്റോൾ എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഈവിലായി എന്ന് പറയുന്നത്. ഈവിലായി കീ ചെയിൻസ് ആയിട്ട് വാങ്ങാറുണ്ട്, ഹാങ്ങിങ്സ് ആയിട്ട് വാങ്ങാറുണ്ട്, അതുപോലെ തന്നെ ബാക്ക് ചാംസ് ആയിട്ടൊക്കെ ആൾക്കാർ മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും കളേഴ്സാണ് കേട്ടോ. നമുക്ക് ഈവിലായി ചെയ്യാനായിട്ട് വേണ്ടത് ബ്ലാക്ക്, സ്കൈ ബ്ലൂ, വൈറ്റ്, അതുപോലെ ഞാനിവിടെ റോയൽ ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. പക്ഷേ നോർമലി നമുക്ക് ഈ ഒരു നേവി ബ്ലൂ യൂസ് ചെയ്താണ് പൊതുവേ ചെയ്ത് കാണുന്നത്. അപ്പം ഞാൻ ഇതിന് പകരം ഇവിടെ ഈ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് യാണാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഈവിലായുടെ സെൻട്രൽ പാർട്ട് വരുന്നത് ബ്ലാക്കാണ്. ബ്ലാക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം ഒരു മാജിക് റിങ് ചെയ്ത് കൊടുക്കുക. മാജിക് റിങ് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് തന്നെ ചാനലിലുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു മാജിക് റിങ് ഇട്ട് കൊടുക്കുന്നു. ഈസി ആയിട്ട് മാജിക് റിങ് നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മാജിക് റിങ്ങിലേക്ക് നമുക്ക് ടോട്ടൽ 10 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. അതിൽ ആദ്യത്തേത് മാത്രം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കതിലൊരു സ്റ്റിച്ച് മാർക്കറും ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിൻ്റെ കൗണ്ടൊന്നും നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ ഇടുന്നത് നല്ലതാണ് കേട്ടോ. ശരി, ഇനി നമുക്ക് വേണ്ടത് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. നമുക്കിനി 9 ഹാഫ് ഡബിൾ ക്രോഷ്യ ഈ ഒരു മാജിക് റിങ്ങിലേക്ക് ചെയ്ത് കൊടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. നമ്മളിപ്പോൾ ടോട്ടൽ 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഇത്രയും ആയപ്പോഴത്തേനും നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ബാക്കി 9 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. ഇനി നമുക്ക് ഈ ഒരു മാജിക് റിങ് ക്ലോസ് ചെയ്യാം. നമ്മുടെ സെൻറ്ററിലുള്ള ആ ഒരു ബ്ലാക്ക് സർക്കിൾ നമ്മൾ ചെയ്തെടുത്തു. മാജിക് റിങ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ മാറ്റിയതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക്, നമ്മുടെ ആ സിംഗിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ച് മാർക്കർ ഇട്ടിരുന്ന സ്റ്റിച്ചിലേക്ക് ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ചെയിൻ കൂടെ ഇട്ട് ഈ യാൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഈ ബ്ലാക്ക് യാണിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സെൻട്രൽ പാർട്ട് ചെയ്തു. ഇനി അടുത്ത യാൺ നമ്മൾ അറ്റാച്ച് ചെയ്താണ് അടുത്ത റോ നമ്മൾ ചെയ്യുന്നത്, അടുത്ത റൗണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പാർട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത യാൺ അറ്റാച്ച് ചെയ്ത് നമ്മുടെ അടുത്ത റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സ്കൈ ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ, ഒരു സർക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ ഒരു ഇൻക്രീസ് പാറ്റേൺ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഈ യാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എക്സ്ട്രാ കിടക്കുന്ന യാണൊക്കെ ലാസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ ഞാൻ അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പാറ്റേണിൽ എങ്ങനെയാണോ ഇൻക്രീസ് വരുന്നത് അതുപോലെ ആദ്യം ഞാനൊരു സിംഗിൾ ക്രോഷ്യ അതേ സ്റ്റിച്ചിലേക്ക് ചെയ്തു. അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചിലേക്ക് തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. അതിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തു. ഞാൻ ഫസ്റ്റ് ചെയ്ത ആ സിംഗിൾ ക്രോഷ്യയിലേക്ക് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ കാണുന്ന ഓരോ സ്റ്റിച്ചിലേക്കും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. അതായത് നമുക്ക് ഫസ്റ്റ് 10 സ്റ്റിച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 സ്റ്റിച്ചസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ സ്റ്റിച്ചിലേക്കും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. 1
2 1 2. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റിച്ച് മാർക്കറിന് തൊട്ട് ബാക്കിലുള്ള സ്റ്റിച്ച് വരെ എത്തുമ്പോഴാണ് ഈ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്റ്റിച്ചസ് ഞാൻ 20 സ്റ്റിച്ചസ് ഇട്ടതിന് ശേഷം കാണാം. നമ്മുടെ സ്കൈ ബ്ലൂ വെച്ചിട്ട് നമ്മൾ അടുത്ത റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 20 സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഫസ്റ്റ് റൗണ്ട് എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ മാറ്റുക. ആ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ ഇട്ട് യാൺ കുറച്ച് ലെങ്തിൽ വിട്ട് കട്ട് ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനൊരു ചെയിനൂടെ ഇട്ട് ഈ ഒരു സ്റ്റിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു യാണ് കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത ആ ഒരു സ്റ്റിച്ചിലേക്ക് ഈ ഒരു വൈറ്റ് യാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് 1 2 1 2 എന്നുള്ളൊരു പാറ്റേണിന് വേറെ ഇവിടെ 2 1 2 1 എന്ന രീതിയിലായിരിക്കും പോകുന്നത്. നമ്മൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ടു. അതേ സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. ആ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഞാൻ സ്റ്റിച്ച് മാർക്കർ വെക്കുകയാണ്. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ച് വരെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്തതായിട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിലേക്ക്. ഈ ഒരു പാറ്റേണിൽ ഞാൻ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് ഈ ഒരു സർക്കിളും കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ നോർമലി പാറ്റേൺ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് വന്നത് 2 1 2 1 എന്നൊരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെ കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിൽ കൗണ്ടിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിതാ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഇനി തൊട്ട് മുന്നേ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ആ സിംഗിൾ ക്രോഷ്യയിൽ നിന്ന് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ആ സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ട് ഈ ഒരു സർക്കിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ാണ് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ വൈറ്റ് യാണും കട്ട് ചെയ്ത് ഈ ഒരു റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ഒരു റോയൽ ബ്ലൂ കളറാണ് എടുക്കുന്നത്. ലാസ്റ്റ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെയായിരിക്കും പാറ്റേൺ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അടുത്ത റൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് 1 1 2 1 1 2 എന്നുള്ള പാറ്റേണിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് കൂടെ കിട്ടുമ്പോൾ നമ്മുടെ വൺ സൈഡ് കംപ്ലീറ്റ് ആവും. ഇനി അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടൂടെ ചെയ്തെടുത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിലായി കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് റോയൽ ബ്ലൂ കളറാണ്. അപ്പോൾ അത് നമ്മളിവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് അറ്റാച്ച് ചെയ്യും. ആദ്യം ഈ ഒരു യാൺ അറ്റാച്ച് ചെയ്യുന്നു.
അതേപോലെയാണ് അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇപ്പോൾ ചെയ്യുന്നില്ല, ഹാഫ് ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്ത് ഒരു സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിലേക്കൊരു 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇനി ഇവിടെ ഫോളോ ചെയ്യുന്നത്. 1 1 2 1 1 2 എന്ന പാറ്റേൺ. ഞാൻ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ 1 1 2 എന്നുള്ള പാറ്റേണിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക്, സ്കൈ ബ്ലൂ, വൈറ്റ്, റോയൽ ബ്ലൂ എന്നീ പാറ്റേണിലാണ് നമ്മൾ ചെയ്തത്. എന്നീ ഓർഡറിലാണ് നമ്മളിത് ചെയ്തത്. ഇനി നമ്മൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു ചെയിനും ഇട്ട് നമുക്ക് ഈ ഒരു യാൺ കട്ട് ചെയ്ത് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു സൈഡേ ആയിട്ടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഇവളുടെ മറ്റ് സൈഡ് കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ 2 സൈഡിലുള്ള ഇവിലൈസിൻ്റെ പാർട്ടും 2 പാർട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ലാസ്റ്റ് റൗണ്ട് ചെയ്ത് അതേ ആണ് വെച്ച് അറ്റാച്ച് ചെയ്താൽ മതി. ലാസ്റ്റ് ആ ഒരു സ്റ്റിച്ച് കഴിയാനാവുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് ഫൈബർ ഫില്ലിങ്ങും കൂടെ ചെയ്യുമ്പോൾ നമുക്കിതൊരു കീ ചെയിനായിട്ടോ ഹാങ്ങിങ് ആയിട്ടോ ബാക്ക് ചാമായിട്ടോ ഒക്കെ യൂസ് ചെയ്യാനുള്ളൊരു പ്രൊഡക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണോ അറ്റാച്ച് ചെയ്യാം. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ കിടക്കുന്ന എക്സ്ട്രാ യാൺസൊക്കെ നമുക്കിതിനകത്തൂടെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഇവളായി ചെയ്യുന്ന സമയത്ത് ഇത് ഇന്നർ സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഹൈഡ് ചെയ്യണമെന്നില്ല. ലൂസായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒന്നിച്ച് എല്ലാം കൂടെ ഒരു കെട്ടിട്ട് കൊടുക്കാം, നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ വെച്ചാൽ നമ്മൾ ഫൈബർ ഫില്ലിങ് വെക്കുന്ന പോലെ തന്നെ ഇതകത്ത് ഇരുന്നോളും. ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് അകത്താക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വഴിയും അറ്റാച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണോ നമുക്ക് ഈ ഒരു 2 പാർട്സും നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 പാർട്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്തിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ സിംഗിൾ ക്രോഷ്യാണ് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏത് സ്റ്റിച്ചിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ അടുത്ത സ്റ്റിച്ചുകൾ പിന്നീട് പൊസിഷൻ മാറിപ്പോവാണ്ട് നോക്കുക. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ക്ലോസ് ചെയ്ത് വരാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് വീഡിയോ തിരിച്ചു വരാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ചസാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഫൈബർ ഫില്ലിങ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെറിയ പോർഷനായിട്ട് എടുത്ത് വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. ഷേപ്പ് പോവാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഫൈബർ ഫില്ലിങ് ചെയ്യാൻ. ഒത്തിരി നമ്മളങ്ങ് ഓവർ ഫില്ല് ചെയ്ത് കൊടുക്കാനും പാടില്ല.
നമുക്ക് ഏകദേശം ആവശ്യമായ അത്രയും ഫൈബർ ഫില്ലിങ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റിച്ച് കൂടെ ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിലൈ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കീ ചെയിനായിട്ടോ ഹാങ്ങിങ് ആയിട്ടോ ഒക്കെ ചെയ്തെടുക്കാം. എക്സ്ട്രാ നമ്മൾ കീ ചെയിൻ ആക്കുമ്പോൾ ഇതിലൊരു കീ ചെയിൻ്റെ ചെയിൻ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിലൈയുടെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.